ഗുഡ് മോർണിംഗ് സർ. ഇത് ആർസിയൻ മാർക്കറ്റിംഗ് കമ്പനിയുടെ കുറച്ച് പ്രൊഡക്ട്സ് ആണ്. വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഉണ്ട്. ഒന്ന് നോക്കിയാലോ? ആ കാണട്ടെ. സർ ഇത് നോക്കിയേ, ഡിഷ് വാഷ് ഞങ്ങളുടെ പുതിയ പ്രൊഡക്റ്റ് ആണ്. കടയിൽ കിട്ടുന്നതിനെക്കാട്ടും ലാഭവും ക്വാളിറ്റിയും ഉണ്ട്. നല്ല സാധനമാണ്, നോക്കിക്കോളൂ സർ. 10 രൂപയേ ഉള്ളൂ. കടയിൽ കിട്ടുന്ന ക്വാളിറ്റിയുടെ പിന്നെ എന്തിനാ നടന്നു വെക്കുന്നത്? പിന്നെ വിലക്കുറവ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ടല്ലേ? അതല്ല സർ, മൾട്ടിനാഷണൽ കമ്പനികളെ പോലെ നമുക്ക് വലിയ പരസ്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ? വിൽക്കാൻ കഴിയുന്നത്. അതെടുത്താ അത് അത് ഏതാ? ഇതാ ഇത് ഇത് ആ ബാത്ത് സോപ്പ്. ഇത് വാഷിംഗ് പൗഡറാണ്. 2 എണ്ണത്തിന് 200 രൂപ. 2 എണ്ണത്തിന് 200? നല്ല ഓഫറാണ് സാറേ. ഭയങ്കര പൈസ കേട്ടോ ഇതല്ലോ. ഇതിനെ കൊണ്ട് തുണി വെളുക്കും നനക്കുമൊന്നുമില്ല. ഇത് ഓണക്കോടി അല്ല മോളെ കേട്ടാ. ഇതിൻ്റെ തന്തൊക്കെ ഉണ്ടാ? നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, വേണേ സാർ അവരെ വിളിച്ച് ചോദിച്ചോളൂ. എനിക്കിപ്പോൾ അതല്ല പണി, കസ്റ്റമർ വിളിച്ചു ചോദിക്കല്. ഉള്ള പണിക്ക് തന്നെ പോകുന്നില്ല. ചില്ലി പൗഡർ. ഇതെന്നാ? ചില്ലി പൗഡർ. ചില്ലി പൗഡറാ? ഇത് കൂട്ടിയാ പിന്നെ നോക്കണമെന്നില്ല, അപ്പോടെ പോയിക്കോളും. കുറേ ഉണ്ടല്ലോ നമ്മളെ ഇത്. എടുക്ക് എടുക്ക്. ഇതൊന്ന് ഒളിപ്പിച്ച് വെക്കുന്നത് എല്ലാം കാണട്ടല്ലേ, എന്നിട്ട് നമ്മൾ തീരുമാനിക്കില്ല വാണോ വേണ്ടേന്ന്. ഇതൊന്നും നടക്കുമല്ലോ മോളെ. കഴിഞ്ഞാ 2 വീട്ടിൽ കയറേണ്ട സമയം കഴിഞ്ഞു സാറേ. ആവശ്യമില്ലേ എന്തിനിങ്ങനെ വാരി വലിച്ചിട്ട്? അതല്ല സാധാരണല്ലേ, എന്താ പേടിപ്പിക്കുന്ന? ഇന്നത്തെ ഫസ്റ്റ് കച്ചവടമാണ്, വെറുതെ സമയം കഴിഞ്ഞു. ഓരോ ഉടായ്പ്. ചേട്ടൻ എന്താ ജോലി? കിണറിൻ്റെ പണി. കുറേ ദിവസം കഷ്ടപ്പെട്ട് കിണർ ഒഴിച്ചിട്ട് അതിൽ വെള്ളം കണ്ടില്ലേ, ചേട്ടന് വിഷമാവില്ലേ? എന്തിനാ ആവശ്യമില്ലാണ്ട് മറ്റുള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? അതെങ്ങനെയാ? പണിക്ക് പോയാലും അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകൂ. ഓ വലിയ പുണ്യാളത്തി. എങ്ങനെ എന്തെല്ലാം തട്ടിപ്പുണ്ട് കാട്ടില്. പിന്നെ കാണാൻ കൊള്ളാവുന്ന ആയതുകൊണ്ട് ആരെങ്കിലും പറ്റി ജീവിച്ചോളൂ. എന്താ കുഞ്ഞുമോനെ ഈ വൈക്ക്? നീ ഇപ്പം മുങ്ങിയെടുക്കുന്ന പൊങ്ങിയേ? സാറേ പണിക്കാരെ പറ്റിച്ചാ? ആ നീ കണക്കാ, നിന്റെ പണിക്കാരൻ കണക്കാ. വരുന്ന 15-ാം തീയതി എൻ്റെ മോളെ വീട്ടിൽ കൂടെ എൻ്റെ പാല് അച്ചടങ്ങാണ്. ആ പറമ്പിൽ നിന്ന് കുറച്ച് വെള്ളം കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവും എനിക്ക്. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ആ മൂടിയേക്ക്, അതാ നല്ലത്. പിന്നെ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? സാർ മറ്റന്നാൾ ഓണല്ലേ, മക്കൾക്ക് പൈസ. ഓണം അടുത്താലും ഉണ്ടാവും. 1 ഉറുപ്പിക ഞാൻ തരില്ല, കുറച്ചെങ്കിലും ഉളുപ്പ് വേടാ. ആ എന്താ ചിരി, ഇങ്ങോട്ട് നോക്കണമായിരുന്നു. ഞാനും 10 രൂപ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഗൾഫിൽ നിന്ന്. ചെറിയ പ്രായമല്ലേ എനിക്ക്. നീ ഈ കുട്ടിയെ കണ്ട് പഠിക്ക്, നിന്നെക്കാളും ചെറുതല്ലേ. ബസ് ഇറങ്ങി 2-2:30 നടന്നിട്ട് കുട്ടി എടുത്ത് കച്ചവടം ചെയ്തിട്ട് പോന്നെയാ, അറിയോ എനിക്ക്? വിളിക്കുന്നേ ഇവിടെ 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 ഇവിടെ. ആ ബസ് പോയി കാണും. ആ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ മുതലാളി പൈസ തന്നില്ലേ? ഓണായിട്ട് കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല, ആ പന്നിയാണെങ്കിൽ പൈസ തരുന്നില്ല. തിരിച്ചു തരാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ കടം തരാം. നിങ്ങളെ കണ്ടോണ്ടല്ല, വീട്ടിലെ കുട്ടിയെയും ചേച്ചിയും ഓർത്താ. ദാ വീട് എനിക്കറിയാലോ, ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ദാ പിടി, ഓണം പാഴാക്കണ്ട. ചേട്ടാ, ഒരു പെൺകുട്ടി ഭാരവും തൂക്കി തേരാപ്പാര നടക്കണമെങ്കിൽ എന്തേലും ഒരു പ്രശ്നം കാണും, അല്ലാതെ സൗന്ദര്യം കാണിക്കാനല്ല. ശരി. ഹലോ, ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടാം. ഇവിടുന്ന് ഒരുപാട് ദൂരം നടക്കാനുള്ളതല്ലേ. വേണ്ട, ഈ വെയിലിൻ്റെ ചൂടും ഈ ഭാരവും എനിക്കൊരു പ്രശ്നമല്ല. കാരണം എന്താണെന്നറിയോ? വയ്യാതെ കിടക്കുന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി, അവരെക്കുറിച്ച് ഓർത്താ ഈ ദൂരവും എനിക്കൊരു വിഷയമല്ല. പോട്ടെ.
ഒരു മിന്നാമിനുങ്ങിൻ്റെ വെട്ടമെങ്കിലും മറ്റുള്ളവർക്കായി പകരാൻ സാധിച്ചാൽ അതല്ലേ മഹത്തരം.